ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഷീൻ്റെ ഒരു ഹോള് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ സ്കൂൾ അടച്ചു, അവധിയാണ്. സോ ഇനിയിപ്പോൾ January 5th ആകുമ്പോഴേക്കും സ്കൂളിൽ പോയാൽ മതി കേട്ടോ. അപ്പോൾ അത്രയും ദിവസം നമ്മൾ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം, ഒരുമിച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കാം, ഫാമിലി ഫോട്ടോ. പിന്നെ ഇച്ചുവിൻ്റെ കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കണം ക്രിയേറ്റീവായിട്ട് എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ബിക്കോസ് ഓഫ് ദിസ് ഈ വർക്ക് വീട്ടിലെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക, പിന്നെ ചെറിയ കുട്ടിയല്ലേ, കുട്ടീനെ നോക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഇച്ചിരി ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ഡു ദാറ്റ്. യെസ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം എന്തൊക്കെയാണ്. കുറച്ച് ഐറ്റംസേ ഉള്ളൂ കേട്ടോ, അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് ആവേണ്ട അത്ര ഐറ്റംസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ ഐറ്റംസ് തന്നെ ഉള്ളൂ. ജസ്റ്റ് ലെറ്റ് മീ ഷോ. ആൻഡ് നിങ്ങൾക്കും ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത്, ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് എടുക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കാം, നല്ലതല്ലേ? അപ്പോൾ അതുപോലെ മെമ്മറീസൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, കുറച്ച് നാളുണ്ട് അവധി. ബട്ട് സ്റ്റിൽ സ്കൂളിൽ നിന്നുള്ള വർക്കുകളൊക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. വി ഹാവ് ടു ഡു ദാറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ ആരാധിക്കാരി എത്തിയിട്ടുണ്ട് കേട്ടോ. എണീറ്റ് വന്നിട്ടേ ഉള്ള ഒരാള്. ടോയ്സ് എന്ന് പറഞ്ഞിട്ട് ഇതെന്താന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് തിങ് ഇതാദ്യമായിരുന്നു. ഇച്ചുവിൻ്റെ ആണോ? ഇച്ചുവിൻ്റെ ഉടുപ്പാണ് കേട്ടോ. ക്യൂട്ടല്ലേ? ഇത് ഇച്ചുവിന് വലുതാന്ന് തോന്നണടാ. ഇത് ഇന്നുവിൻ്റെ ആടാ. ഇത് ഇച്ചുവിൻ്റെ അല്ല, ഇത് ഇന്നുവിൻ്റെ ആ. പാകാവോന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഷർട്ട് ഇട്ടിട്ട് മാച്ച് ചെയ്യാന്ന് വിചാരിച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ പ്രൈസിനനുസരിച്ച് ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൺലി 22 dirhams. ഇച്ചുവിൻ്റെ 12 dirhams എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു 170 dirhamത്തിൻ്റെ അണ്ടറിലുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇട്ട് തരാം കേട്ടോ. നല്ല പോലത്തെ ഡിസൈൻസ് ഒക്കെ ഉള്ള ഇതുപോലെ തന്നെയാണ് സെയിം എടുത്തേക്കുന്നത് നമുക്ക് 3 പേർക്കും. ഇതപ്പോൾ ഇന്നൂസിൻ്റെ ഇതായിരിക്കും കേട്ടോ. ഇച്ചുവിൻ്റെ സെയിം ആണോ എന്ന് നോക്കാം. പിക്ചറിന് എന്തായാലും സെയിം ആയിരുന്നു. അതെ സെയിം ആണ്, ഒരു വ്യത്യാസം ഇല്ല. ഇങ്ങനത്തെ ഹാൻഡ് വരുന്ന ക്യൂട്ട് ഡ്രസ്സ് കണ്ടോ. ഇതിപ്പോൾ 6 months 6 to 9 months ഇച്ചുകുട്ടിക്ക് കറക്റ്റായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവർഗ്രീൻ ഡിസൈൻ അല്ലേ. ഇതിൻ്റെ തന്നെ സെയിം ആണ് എൻ്റെ എടുത്തിട്ടുള്ളത്. ഐ തിങ്ക് നമ്മുടെ 3 പേരുടെ മാച്ചിങ് ആണെന്നാണ് തോന്നുന്നത്. ഇതാണ് എൻ്റെ, ഒരു വ്യത്യാസമില്ല, എല്ലാം സെയിം മെറ്റീരിയൽ, സെയിം ക്ലോത്ത്, എന്താ പറയുക അങ്ങനത്തെ. എൻ്റെ വന്നിട്ട് ഇങ്ങനത്തെയാണ്. ഇതിൻ്റെ ഇന്നർ നമ്മൾ യൂസ് ചെയ്യണം. ഇതിങ്ങനെ ടൈ ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് മോഡസ്റ്റ് ആക്കി നമ്മൾ എടുക്കണം, ഷർട്ടൊക്കെ ഇട്ടിട്ട്. നല്ല ലോങ് ആയിട്ടുള്ള ഫുൾ ലെങ്ത് ആയിട്ടുള്ളതാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഫോട്ടോ ഇടാം അല്ലെങ്കിൽ ആണോ അല്ലേ? പറയടാ. ഉറക്കപ്പിച്ചുള്ളത് സാഡ് ആയിട്ടിരിക്കുന്നു. ഇങ്ങനെ കണ്ടോ? ടോയ് വേണോ? ടോയ് മേടിച്ചു തരാം. ചിരിച്ചാ ടോയ് മേടിച്ചു തരാം. ഒന്ന് തിരിച്ചിരിക്കുമെന്നാ. എനിക്കിതൊന്നും ഇഷ്ടമായില്ല. ഇന്നത് ഇത് അടിപൊളി സാധനം ഇന്നൂസിന് മേടിച്ചിട്ടുണ്ട്. ഇന്നൂസിൻ്റെ ഫേവറേറ്റ് ഇതാണ്. ഇന്നൂസിൻ്റെ ഫേവറേറ്റ് അല്ല, സ്ട്രോബെറി ആണോ? 2 earrings ഉണ്ട്. ഐ ഷോ. ഇന്നു ഏതാ വേണ്ട? പറ. വേണ്ട അതൊന്നും വേണ്ട. ഓക്കെ, ഞാൻ എടുത്തോളാവേ. ഇന്ന് ഉറക്കത്തിൽ നിന്ന് വന്നേക്കുന്നതുകൊണ്ട് ഭയങ്കര സങ്കടമാണ്. ടോയ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ? ആണോ? ടോയ് ഉണ്ടെങ്കിൽ ഹാപ്പി ആവോ? സി ഇതാണ് കേട്ടോ ഇയറിങ്. ഇതാണ് ടോപ്പ് പോർഷൻ. കണ്ടോ? ഇങ്ങനെ റിമൂവ് ചെയ്യാം. ടോപ്പ് പോർഷൻ അല്ല, ഇതാണ് കേട്ടോ റിമൂവ് ചെയ്യണത്. ഈ ഒരു പ്ലം റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. അടിയിൽ നിന്ന് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇറ്റ് വിൽ ഹാങ് ലൈക്ക് ദിസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നേരിട്ട് കാണാനൊക്കെ ആയിട്ട്. സൂപ്പറാണ് കേട്ടോ. ലീഫിൻ്റെ ഡിസൈനാണ് വരുന്നത് ടോപ്പിൽ. കൊള്ളാം. ദെൻ
ഇത് സ്ട്രോബെറി ആണ്. ബിക്കോസ് ഇന്ന് എനിക്ക് ഫേവറേറ്റ് ചെറിയും ഇന്നിന് ഫേവറേറ്റ് സ്ട്രോബെറിയും. ഇച്ചുകുട്ടി വലുതാകുമ്പോൾ ഇച്ചുകുട്ടിക്ക് ഏതായിരിക്കും ഫേവറേറ്റ്? ഐ തിങ്ക് ചെറി ആയിരിക്കും അവർക്ക് ഇഷ്ടം. ബിക്കോസ് ഇച്ചുകുട്ടി എൻ്റെ ഇച്ചുകുട്ടി അല്ലേ അല്ലേ? അല്ല ഇന്ന് ആണോ ആണോ? ഇന്നെ കുഞ്ഞി സ്ട്രോബെറി, അതിന് ലീഫ് ഉണ്ട് കേട്ടോ. അതെ, ഇതാണ് ഇന്നെ സ്ട്രോബെറി വരുന്ന കുട്ടി സ്ട്രോബെറി വിത്ത് ലീഫ്. രണ്ടും കൂടി നല്ല രസമുണ്ടോ കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. ആ ഡ്രസ്സിൻ്റെ കൂടെ ചേരുമല്ലോ. കണ്ടോ, നല്ല രസമില്ലേ? പിന്നെ ഇതിന് ചേരുന്ന റിംഗ് ഉണ്ട്, ബാൻഡ് ഉണ്ട്. ഇതിനേതാ വേണ്ടേ? ബ്രേസ്ലെറ്റ് വേണോ, റിംഗ് വേണോ? വിച്ച് വൺ യു ലൈക്ക്? യു ക്യാൻ ചൂസ് വൺ. One for me, one for you. Which one you want? Tell me. Para? ഏത് വേണം? ഇന്ന് കുട്ടിക്ക് ഏത് വേണം? ഇതാണ് കേട്ടോ എൻ്റെ. ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. സൂപ്പർ. കാണാൻ പറ്റുന്നുണ്ടോ? സീ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. ക്യൂട്ടാണിത്. പിന്നെ മട്ടൻ ചെയ്യടാ. റിങ് എവിടെ പോയി? റിങ് മിസ്സിങ് ആയോ? റിങ് മിസ്സിങ് ആയോ എത്ര പെട്ടെന്ന്? റിങ് നീ എടുത്താ? റിങ്ങും നല്ല രസമുണ്ട് കാണാന്. വാവ്, കാണാമോ? ലുക്കിംഗ് സോ നൈസ്. കണ്ടോ, നല്ല രസമില്ല കാണാനായിട്ട് റിങ്. ബ്യൂട്ടിഫുൾ. എന്നാ ഇന്നെ കയ്യിലിരിക്കാൻ നോക്കിയേ. ഇത് നോക്ക്, ഇത് ഡിപ് ട്രേ ആണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും സോസൊക്കെ ഒഴിച്ച് കൊടുക്കുമല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ ഡിപ്പ് ചെയ്യാനുള്ള ഒരു ട്രേ ആണ്. യു ക്യാൻ സീ. എന്താ പറയുക, ഫണ്ണി പാർട്ടേഴ്സ് ഇതുണ്ടോ, ഒരു കെച്ചപ്പിൻ്റെ ബോട്ടിൽ ഞെക്കി വെച്ചേക്കുന്ന. ഇത് ബൗളാടാ, ഫുഡ് കൊടുക്കുന്ന ബൗളാണ് കേട്ടോ ഇത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക ടേപ്പ് ഉണ്ട് ഒട്ടിക്കാൻ. നമ്മളിവിടെ ജസ്റ്റ് ഈ പിക്ചറിൻ്റെ മുകളിൽ ഡിപ് ട്രേ ഇവിടെ ഇങ്ങനെ കെച്ചപ്പ് ഒഴിക്കുന്നു, എന്നിട്ട് കൊടുക്കുന്നു. നമുക്കിനി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇതിൽ മുക്കി കഴിക്കാം. ഡു യു ലൈക്ക് ഇറ്റ്? നോ, ഇന്നു ഡസന്റ് ലൈക്ക് ഇറ്റ്. സോ സാഡ്. പിന്നെ അത്യാവശ്യം വേണ്ട സാധനമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തായാലും ഷൂ ഉണ്ടാവുമല്ലോ. ഷൂ വാഷ് ചെയ്യണമല്ലോ. എല്ലാ ഷൂസും വാഷ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൻ്റെ സോളൊന്നും പോവാതെ വാഷ് ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഒരു കവർ ഉണ്ടായാൽ മതി. ഞാൻ സാധാരണ ഷൂ ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു വൈറ്റ് കളർ ഒരു പോറസ് ആയിട്ടുള്ള ഒരു കവർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കെട്ടി വെക്കും. ബുഷൊക്കെ ഇട്ടിട്ട് കെട്ടി വെച്ചിട്ടാണ് വാഷിംഗ് മെഷീനിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് ഇടുന്നത്. അപ്പോൾ അത് വാഷ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. പക്ഷെ എന്നാലും ചില സമയത്ത് ആ ഒരു ബുഷൊക്കെ അങ്ങ് തുറന്നു പോയിട്ട് ഷൂ ഉള്ളിൽ ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് വെച്ച് തുറക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ഏറ്റവും വലിയ നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു ബാഗ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. സിബിൾ അതുകൊണ്ടിട്ട് പോവില്ല. ഇതിൻ്റെ അകത്ത് ഷൂ ഇടുക, ജസ്റ്റ് ക്ലോസ് ചെയ്യുക, നല്ല ഷാമ്പൂ എന്തെങ്കിലും ഒഴിക്കുക, എന്നിട്ട് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇവിടെ കണ്ടോ മണ്ടൊക്കെ പോകാനുള്ള സ്ഥലമുണ്ട്, നന്നായിട്ട് വാഷ് ചെയ്ത് കിട്ടും. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞാട്ടോ നമ്മുടെ. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സിങ്കിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. എസ്പെഷ്യലി ഇവിടെ UAE നമുക്ക് നോർമലി ഒരു സിങ്ക് ഉണ്ടാവും. കുറേ നാൾ യൂസ് ചെയ്ത ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ സിങ്കിൻ്റെ ആ വിടവിൽ കൂടി വെള്ളം ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു ട്രിക്കാണിത്. ഇതിൻ്റെ അകത്ത് ഈ നോസിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ അത് ഫില്ലായിട്ട് വെള്ളമൊന്നും പോകാതെ ഇരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ റിവ്യൂ നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എല്ലാ ലിങ്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ ഐ വിൽ പ്രൊവൈഡ് ദ ലിങ്ക്സ് ഫോർ എവറിത്തിങ്. ഓക്കെ, ഇതെല്ലാം ഷീനിന്നാണ് കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങിച്ചത് ഷീനിലെ ലിങ്ക് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈവൻ ഔട്ട്സൈഡിൽ ഇടാൻ പറ്റുന്ന
നല്ലൊരു ബനിയനാണ് കേട്ടോ. ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലെടുത്താണ്. ഇതിന് എനിക്ക് തോന്നുന്നു 10 ദിർഹംസ് 12 ദിർഹംസ് എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഓഫർ നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കുക കാർട്ടിൽ, അതിനുശേഷം ഓഫർ വരുന്ന സമയത്ത് വാങ്ങിക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. സീ, നല്ല പിങ്ക് കളർ. ഐ ലവ് പിങ്ക് കളർ. ഇന്നുവിന് ഇഷ്ടം ബ്ലൂ കളറാണ് അല്ല ഇന്നു? ഇന്നു ഇസ് നോട്ട് ടോക്കിംഗ് അറ്റ് ഓൾ. ഇന്ന് സാഡായിപ്പോയി. ഇന്നൊരു ടോയ്സ് ആയിരുന്നു വേണ്ടത്. അങ്കിള് കൊണ്ടുവന്നില്ല ടോയ്സ്, പക്ഷെ ഇന്നിന് നല്ല അടിപൊളി മാല കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അങ്കിൾ, അതും ഇഷ്ടമായില്ല. ഓൺലി ടോയ്സ്. എന്നാൽ ഇവിടെ വന്ന് മിണ്ടുവാണെങ്കിൽ ഞാൻ ടോയ്സ് മേടിച്ചു തരും നെക്സ്റ്റ് ടൈം. ഇനിയുണ്ട് കേട്ടോ, ഇനി നമ്മൾ മാല എടുത്തിട്ടുണ്ട്. ഇത് ഇന്നുവിൻ്റെ മാലയാണ്. ഇന്നുവിന് വേണോ ഉമ്മിക്കാണോ? പ്ലം ആണ് കേട്ടോ. അപ്പം ഉമ്മിക്കല്ലേ? പ്ലം എന്നാണല്ലോ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് ചെറിയാണ് കേട്ടോ. മൈ ഗോഡ്, ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. സി, ഇത് അടിപൊളി മാലയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഷീനിൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് നല്ല ചീപ്പ് പ്രൈസിൽ കിട്ടും കേട്ടോ. നല്ലൊരു ലോക്കറ്റ് ഉണ്ട്. സി, ലീഫും ഇതും നല്ല രസമില്ല കാണാനായിട്ട്. ഇതുണ്ടോ, ഈ ഒരു റിങ്ങിന് മാച്ചിങ് ആണിത്. സെയിം ആയിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഞാൻ നോക്കി വാങ്ങിച്ചാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതല്ല കേട്ടോ. അടിപൊളിയാണ്, നല്ല ഇഷ്ടപ്പെട്ടു എനിക്കിതെല്ലാം. ഈ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു കേട്ടോ പ്രൊഡക്റ്റ്. പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഈ വട്ടം. ഇത് ടേബിളിൽ ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. ഇത് നമുക്ക് വോളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സാണ്, പല ഡിസൈനിലുള്ള. ഈ സ്റ്റിക്കർ ഞാൻ വോളിൽ ഒട്ടിക്കുമ്പോഴത്തേക്കും കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ഇന്നിൻ്റെ സാധനം വന്നില്ലടാ. നമുക്ക് തപ്പി നോക്കാം ഉണ്ടോന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. Till then, take care. Bye bye.